ചെറുപ്പത്തിൽ എനിക്ക് വളരെയധികം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ആരെങ്കിലും ഒരു പാട്ട് പാടൂ എന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പാട്ട് പാടാൻ. ഏത് കാര്യത്തിനും മുന്നോട്ട് വരാനായിട്ട് എനിക്ക് മടിയുണ്ടായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി, നമ്മൾ പുറകിലിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ടൊന്നും ആരും വരില്ല. നമ്മൾ നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്താലേ സാധിക്കൂ. അപ്പം ഞാൻ ഇല്ലാത്ത കഴിവൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ തുടങ്ങി. പാടാൻ പറഞ്ഞാൽ പാടും, ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ ഡാൻസ് ചെയ്യും. എന്നാൽ ഇത് പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇന്നൊരു സംഭവം ഉണ്ടായി. ഇന്ന് ഞാനൊരു പാട്ട് പാടി എൻ്റെ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തു. ഫ്രണ്ടിൻ്റെ സംസാരം കേട്ടപ്പോൾ ആദ്യം എനിക്ക് വിഷമം തോന്നി. എൻ്റെ പഴയ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ ഞാൻ പിന്നെ പാടില്ല. വളരെയധികം നിരാശപ്പെടും. നിരാശയോടുകൂടി തന്നെ മുന്നോട്ട് പോകും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പഴയ സ്വഭാവം അനുസരിച്ച്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ പാട്ട് ഇവിടെ അങ്ങ് പാടാം. നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളി കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ. ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനും. ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങു പതുങ്ങിയല്ലോ. താരക്കൊളുക്കുള്ളോരാ ചേലുക്കും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞു വാവേ. കഥ കേട്ട് മെല്ലെ മിഴിപ്പൂട്ട് മാറി ചൂരിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ. തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരും വളരും. എങ്ങനെയുണ്ട് എൻ്റെ പാട്ട്? നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമൊക്കെ ചെയ്തങ്ങ് ജീവിക്കുക, അല്ലേ? നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. നമ്മുടെ സന്തോഷം എന്താണോ ആ സന്തോഷം കണ്ടെത്തുക, മാക്സിമം എൻജോയ് ചെയ്യുക. ഒടുവിൽ നമ്മളെല്ലാവരും ചുമരിലെ ഒരു ചിത്രമായി മാറും. ആ ചിത്രമായി മാറുന്നതിന് മുന്നേ പോകേണ്ടിടത്തെല്ലാം പോവുക, എക്സ്പ്ലോർ ചെയ്യേണ്ടിടത്തെല്ലാം എക്സ്പ്ലോർ ചെയ്യുക. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നാടിനും വീടിനും